ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പാട്ടോ. വിളവെടുപ്പ് പലതുണ്ട്. നിങ്ങളെ കാണിക്കുന്നത് കാപ്പി പറിക്കുന്ന ടൈം. അത് വയനാടാണല്ലോ, വയനാട് കാപ്പി പറിൻ്റെ ടൈമായി, തിരക്കാണ് എല്ലാവർക്കും. അപ്പോൾ കാപ്പിപ്പറി കാണിക്കും, എടുത്തത് കാണിക്കും. പിന്നെ ഞങ്ങൾക്ക് നോക്കട്ടെ, പോയിട്ട് ചേമ്പുണ്ട്, ചേമ്പും കൂടെ ഒന്ന് വിളവെടുക്കും. ചേമ്പ് വിളവെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കും അതൊക്കെ കേട്ടോ. എന്നാൽ വരി, തോട്ടവും എല്ലാം ഞങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ചേമ്പ് തോട്ടത്തിൽ. ഞങ്ങൾ ശരിക്ക് പറിക്കാരെടുത്ത് വന്നതാണ്. അപ്പം ചേമ്പും കൂടി വിളവെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചേമ്പ് നിങ്ങൾ കണ്ടാൽ നിസ്സാരാക്കി കാണും കേട്ടോ. ഇതെന്താ അറിയോ, ഇങ്ങനെ വളർന്ന് വലുതാക്കി വലിയ ഇലയായിട്ട് നിറഞ്ഞ് നിന്നപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെ വെട്ടിയാൻ കൊടുത്തു കളഞ്ഞ്. അങ്ങനെ വെട്ടാൻ പാടില്ല, പക്ഷെ വെട്ടിക്കളഞ്ഞ. ഇപ്പം അതിന് ശേഷമല്ലേ കാണുന്നത്. നല്ല വിവരമുള്ള കർഷകൻ തന്നെയാണ് വെട്ടിയതൊക്കെ. ഇപ്പം പറഞ്ഞിട്ട് കാര്യമല്ല. എന്താ രണ്ടാമതാ വരുന്ന്. അപ്പോൾ ഞാനിതൊന്ന് വിളവെടുത്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതും രണ്ടാമത് വന്നു കേട്ടോ. ഇവിടെ ഒരു മഴയ്ക്കുള്ള ഒരുക്കമുണ്ട്. നിങ്ങളെ നാട്ടിലൊക്കെ മഴൻ്റെ ഒരുക്കമുണ്ടോ? സാധാരണ കാപ്പിപ്പറി തുടങ്ങുമ്പോൾ കാപ്പിപ്പാറി സമയത്ത് ഒരു മഴ ഞങ്ങളിട്ട് ബുദ്ധിമുട്ടാക്കലുണ്ട്. പക്ഷേ മഴ നല്ല അനുഗ്രഹമാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കാപ്പി ചിക്കിയിടുമ്പോൾ ഓടി കാപ്പി കൂട്ടണോ. പക്ഷെ അതുപോലെ ഇന്നുണ്ട്, ഒരുക്കമുണ്ട്. അപ്പം ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഞാനിത് അപ്പം വിളവെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതിലൊന്നും ഉണ്ടാവില്ല ഞാൻ അറിയില്ല. പക്ഷേ ഈ ഇല രണ്ടാമത് വന്നതാ. ഇത് ഒന്ന് മാന്തി വെക്കട്ടെ കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ള. അതാ ഉണ്ട് ഇതാ കണ്ടോ. ഈ പാൽച്ചേമ്പ്, ഞങ്ങളിവിടെ പാൽച്ചേമ്പ് നട്ടോ പറയുക. നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ പിലാത്തിച്ചേമ്പ് എന്നൊക്കെ ആയിരിക്കും. പാൽച്ചേമ്പിന് പ്രത്യേകത വേഗം അങ്ങനെ പൊട്ടിപ്പോവും കണ്ടോ. ഞാനിപ്പോൾ ഇവിടെ കൊത്തിച്ചല്ലുള്ളൂ. അപ്പം മേലേതാ അവിടെ കണ്ടോ, അടിപൊളിയാണ്. ഇവിടെ ഒന്ന് കാണുന്നുണ്ട്, കൊത്തി പോണ്ട വിചാരിച്ചിട്ടാ. അത് നോക്കട്ടെ, കൊത്തിപ്പോവും. അപ്പോൾ ഒന്ന് കിട്ടി. ഇതാ രണ്ട് മോളെ വരുന്നുണ്ട് കേട്ടോ, താമസിച്ച് പോയിട്ട്. നോക്കട്ടെ, ഇതാ മൂന്ന് അടിപൊളിയാട്ടോ, അടിപൊളിയാ. തുടങ്ങുന്നല്ലുള്ളൂ. അതാ 4. ഞാൻ സാധാരണ എന്താ വിളവെടുക്കുമ്പോൾ അറിയാണ്ട് കൂക്കിപ്പോട്ടോ. അത് ഒരു നട്ടുണ്ടാക്കിയ ആൾ വിളവെടുക്കുമ്പോൾ അത് സാധാരണ കേട്ടോ, ഒന്നും വിചാരിക്കണ്ടേ. കൂക്കൽ ഇപ്പോൾ കുറച്ചതാ. എന്താ പറഞ്ഞാൽ എന്തിനാ നിങ്ങളിങ്ങനെ കൂക്കുന്നത് ഒരാൾ കമൻറ്റ് ഇട്ടോടുകൂടി കൂക്കൽ കുറച്ചാണ്. എന്നാലും അറിയാണ്ട് ഞാൻ കൂക്കും. എന്താ ഇവിടെ ആയി. നോക്കട്ടെ. ഞാനിത് നോക്കട്ടെ കേട്ടോ. നന്നായിട്ടിങ്ങ് പോന്നിട്ടുണ്ട്. തളർന്നു പോയി. എന്താണെന്നറിയാം, ഭയങ്കര ഉറപ്പ്, മണ്ണിന് ഭയങ്കര ഉറപ്പിന്. ഞാനിത് എടുക്കുന്നത് കാണിച്ചു തരാം. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, എന്നാലും പിച്ച് നോക്കട്ടെ. എന്താ സ്ഥിതി എന്ന് അറിയില്ല കേട്ടോ. നിങ്ങളെ പോലെ തന്നെ ഞാനും ആകാംക്ഷയില്ല. അടിപൊളിയാ പൊട്ടിപ്പോയിട്ടോ. ആക്കെ എൻ്റെ പണിയെടുക്കലിൻ്റെ പൗറാ. എൻ്റെ അമ്മോ, കണ്ടോ. ഇതെല്ലാം ഞാൻ അവസാനം നിങ്ങൾക്ക് എണ്ണി കാണിച്ചു തരാം കേട്ടോ. ഒരു തരത്തുനിന്ന് കിട്ടിയത്. നോക്കട്ടെ, ഒന്ന് കൊത്തി നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളത് വേഗം പൊട്ടു, അതാ അതിൻ്റെ പ്രത്യേകത. നമ്മൾ എന്നോട് പൊട്ടിപ്പോയിട്ടോ. ഒക്കെ എൻ്റെ കൊത്തലിൻ്റെ പവറാണ്. നന്നായിട്ട് കൃഷി എടുക്കുന്ന പറഞ്ഞിട്ട് കാര്യമല്ല. എന്തൊക്കെയോ ആക്കിയാണ് കൊത്തി വിടില്ല. ഒന്നാമത് ആവേശം കൊണ്ടാട്ടോ. നല്ലോണം കരിയിലിട്ട് ചേമ്പ് നട്ടാലുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടാവും. നോക്കട്ടെ, എവിടെങ്കിലും ഞങ്ങൾ കലായി എന്നാണ് പറയുക. ഇല്ലാന്ന് തോന്നുന്നു അല്ലേ.
ഇന്നില്ലാന്ന് തോന്നുന്നു. അതാ എന്താ ഇവിടെ ഒക്കെ നോക്കട്ടെ. കഴിഞ്ഞതാ ഈ ഒരു ചേമ്പിൽ നിന്ന് നിൽക്കട്ടാ. ഇതാണ് തള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം. ഇതാ ഒന്നുകൂടിയും പറിച്ചെടുത്തു. ഇതാ ഇത്രയും കിട്ടി നോക്ക്. അമ്പോ ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് നടാറുള്ളത് എന്നുള്ളത് ഇതാ ഞാൻ എണ്ണി തരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഒക്കെ ചെറുതാ. ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും? 1 കിലോന് 80 രൂപ ആയിട്ടാണ് പോലും. ഇത് ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഉണ്ടാവില്ല. ഇത് പുഴുങ്ങി തിന്നാ, കറി വെക്കാം. രമ്മ വായിന്ന് വെള്ളം വരുന്നത്. ഇതാ ഇതെല്ലാം ഇതിൽ നിന്ന് കിട്ടിയതാ നോക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചാലും ഇങ്ങനെയൊക്കെ കൃഷി എടുത്താൽ കിട്ടും കേട്ടോ. നമ്മൾ വേറെ കടയിലേക്ക് ഒന്നും പോകണ്ട. നമ്മളെ മക്കളെ തീറ്റിക്കാൻ നമ്മളെ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് മതി. ഓരോ ദിവസം ഓരോന്ന് നടുക. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇതിനി എങ്ങനെ നടുകയെന്നറിയോ? ഇതിങ്ങനെ പോക്കും ഞാൻ. ഇതൊക്കെ രണ്ടാമത് ഉണ്ടായതാ. ഞാൻ പറഞ്ഞില്ല, കൃഷിക്കാരനെ പറഞ്ഞൂടെ പേര്. അത് നമ്മളാൾ തന്നെയാണ്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇത് 2 കഷ്ണമാക്കുക വേണമെങ്കിൽ കേട്ടോ. ഞാൻ സാധാരണ 1 കഷ്ണം ഒന്നാക്കൽ അങ്ങ് ഇടല. ഇഷ്ടംപോലെ ഉണ്ട് വിത്ത്. പിന്നെ എന്തിനാ അങ്ങ് നട്ട് നിറയെ കരിയിലങ്ങ് ഇടുക. കരിയിലിട്ട് മണ്ണിട്ട് മൂടി മഴ കിട്ടുമ്പോൾ അതുണ്ടല്ലോ ഇതൊരു ഉണ്ടാവും. ചാക്കിലും ഉണ്ടാവും. ചാക്കിലും നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളെൻ്റെ ചേമ്പ് കണ്ടല്ലോ. ഇതാ ഇത്ര പോലെ ലേഡീസ് വിചാരിച്ചാൽ അതൊക്കെ ഉണ്ടാക്കാം. നമുക്ക് വിഷരഹിത പച്ചക്കറി നമുക്ക് ഉണ്ടാക്കി തിന്നൂടെ, കുട്ടിയൊക്കെ കൊടുത്തൂടെ? ആണുങ്ങൾ പോയിട്ട് പണിയെടുത്ത് അരിയൊക്കെ വാങ്ങിക്കൊണ്ട് വരട്ടെ. മരുന്ന് വാങ്ങണം, അരി വാങ്ങണം, എന്തൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെ അല്ല കൃഷി എടുത്തിട്ട് വീട്ടിൽ നമുക്ക് എല്ലാം കൂടെ യോജിച്ചാൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മെസ്സേജ് വിടാറുണ്ട്, നിങ്ങളെ വിളവെടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അതാ ഇനി ഞാൻ അടുത്തത് എൻ്റെ കാപ്പി കാണിച്ചു തരാം കേട്ടോ. കാപ്പി ഞാനല്ല പറിക്കുന്നത്, അതിനാവൂര ഉള്ളത് പറയാനുള്ളത് പണിക്കാരാണ്. അപ്പോൾ കാപ്പിയും കാണിച്ചു തരാം. രണ്ടാമത്തത് ഞാനൊന്ന് കിളച്ച് നോക്കിയതാ. നോക്കുമ്പോൾ തന്നെ ഇതാ കിട്ടിയേ കണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് കാണിക്കാന്നുള്ളത്. കാരണം വിത്ത് കാണുമ്പോൾ ആണല്ലോ എല്ലാവർക്കും നടണം തോന്നൽ. അതുകൊണ്ട് രണ്ടാമത്തേത് നോക്കി കിട്ടി. ഇനി അത് നോക്കട്ടെ. അല്ലോ നോക്കട്ടെ ഒന്നുകൂടി. വേറെ പോയോ നോക്കട്ടെ. ഇതെവിടെയാണ്? ഇവിടെ കൊത്തണം. അവിടെ ഒരു വേര. ഓ എന്താ കിട്ടാത്ത. അതാ ഇവിടെതാ. അവിടെ ഒരു വേരായിട്ട് നോക്കട്ടെ. അമ്പോ അടിപൊളി. അമ്പോ നോക്ക്. ഇതൊക്കെ ഈ ഉണ്ടേന്ന് കിട്ടിയതാ. 1 2 ഇതെല്ലാം ഈ ഉണ്ടേന്നാ. നോക്ക്. നമ്മളെ കയ്യോറൊക്കെ ഇടണം. ഞാനതൊന്നും ഒരുങ്ങിയില്ലേനു. കാപ്പി പറിക്കാൻ വന്നതല്ലേ. അപ്പോൾ രണ്ടാമത്തേന്നും കിട്ടിയിട്ടോ തിരക്കേടില്ലാത്ത. നോക്കട്ടെ. അതാ ഇതാണ് കേട്ടോ. ഇതാണ് അമ്മക്കുട്ടി. ഇതാണ്. നിങ്ങളെങ്ങനെ നടുന്നൊക്കെ പറയണേ. ഞാൻ നടുന്നത് കാണിച്ചു തന്നല്ലോ. ഇനിയുണ്ട്. അതാ യോ
ഇട്ട് പോവുകയാണെങ്കിൽ നോക്ക് ഇനിയുണ്ട്. നോക്കട്ടെ ലാസ്റ്റ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇത് കണ്ടോ, ഒന്ന് വിളവെടുത്തപ്പം കിട്ടിയത് ഇത് ആദ്യത്തെ ഇതാ ഇവിടെ കിടക്കുന്നത്. ഇനി ഞാൻ രണ്ടും കൂടി ഒന്നാക്കി കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ. രണ്ടും കൂടി ഒന്നാക്കട്ടെ, ബക്കറ്റിലിടുക, അല്ലാതെ ആവൂല. ഇനി എണ്ണുന്നില്ല. ഇനി എണ്ണിയാലേ നമുക്ക് 100 വരെ കിടേണ്ടി വരും, അത്ര ഉണ്ടായിട്ടുണ്ട്. പണ്ട് ചുരത്തുമേലൂടെ എൻ്റെ മക്കൾ കുഞ്ഞി പ്രായത്തിൽ ചുരത്തുമേലൂടെ പോകുമ്പോൾ ബസ്സിൽ നിന്ന് കുരങ്ങന്മാരെണ്ണയിലുണ്ട്. എനിക്കതാ ഓർമ്മ. എണ്ണുമ്പോൾ ഒരു 100 വരെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതായി മാത്രം ഉണ്ട്. കുഞ്ഞി പ്രായത്തെ കഥയാട്ടോ പറഞ്ഞ്. ഒമ്പോ നല്ല വെയിറ്റാ. ഇവിടെ ഇതാ നല്ല വലിപ്പമുണ്ട്. ഇടയ്ക്കൊക്കെ കൊത്തിനോട് കിട്ടീന്. തള്ള കൊത്തിയാലോ തള്ള അടിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇത് രണ്ടും അതിൻ്റെ വിത്തുകൾ. ഒമ്പോ ഭയങ്കര വെയിറ്റാട്ടോ. ഇതാ ഇത്രയും കിട്ടി. രണ്ട് തടം വിളവെടുത്തപ്പോൾ ഇത്രയും കിട്ടി. അപ്പം അതിൻ്റെ പൈസ ഒന്ന് കണക്കൂട്ടി നോക്കി. ഇതിൽ ഒരു ചില്ലിക്കാശ് മുടക്കിയില്ലല്ലോ, പൈസ മുടക്കിയില്ല. മണ്ണ് ഇങ്ങോട്ട് കിളക്കുക, ചപ്പ് ഇങ്ങനെ അടിച്ച് വാരി കോരി കൊണ്ടുപോയി ഇടുക, വിത്തങ്ങ് ഇടുക, മൂടുക. ഇവിടെ മൊത്തം ഉണ്ട്, കുറേ ഉണ്ട് വിളവെടുക്കാൻ. കാപ്പിത്തോട്ടാ. അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത് ഈ പാൽച്ചേമിന് അത്ര വെയിൽ വേണ്ടാന്ന്. കാരണം ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലാണ്. നോക്കി ഒരു മഴ കിട്ടി അതൊക്കെ ഒരു പൂവുണ്ടാവും. പൂക്കാൻ ഒരുങ്ങി കാപ്പിച്ചെടികളൊക്കെ ഇതെല്ലാം പൂക്കാൻ ഞാൻ പൂത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ വയനാട് മൊത്തം ഒരു പൂപ്പൊലി ഫ്ലവർ ഷോ ആയി മാറും. അത്രക്കുവാ, നല്ല സ്മെല്ലുവാ. കണ്ടോ, എനിക്ക് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. പൂതിയാവുക. വലിയ ബക്കറ്റാ. ഞാൻ എങ്ങനെയാണ് നട്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ കേട്ടോ, ഇതിൽ തന്നെയാണ് നടുന്നത്. ഒക്കെ മാറ്റും, മണ്ണേനെ മാറ്റുമല്ലോ നമ്മൾ. വലിയ അധ്വാനമല്ല മണ്ണ് മാറ്റാൻ. കാരണം അടിയിലൊക്കെ ഒരു നനവ് പോലെ ഉണ്ട്. ഇങ്ങനെ അങ്ങ് കുഴി ഒഴിക്കും. ഇങ്ങനെ കുഴി ഒഴിക്കും. എന്നിട്ട് നിറയെ പുല്ലിടും. ഇങ്ങനെ അങ്ങിടും പുല്ല്. ഇതൊക്കെ ഉണങ്ങിയ പുല്ല് കോരിയിട്ട് വായൻ്റെ മറ്റിട്ട് കാണും. ഇങ്ങനെ ഇടും. എന്നിട്ട് കുറച്ച് മണ്ണിടുക. അതൊക്കെ വേഗം ആ വിത്ത് ഇടയാൻ വെച്ച് ചെറിയ വിത്ത് നടാൻ. മറ്റേ വേണേൽ ഒരു പീസാക്കല്ലേ. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ അങ്ങ് നടുക. നട്ടിട്ട് അങ്ങ് മൂടി നനവ് കിട്ടുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഉള്ളിൽ വെള്ളം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയാണ് ഞാൻ ചേമ്പ് നടൽ. നിങ്ങളെങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് അറിയണേ. ഓ, നടുമ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കലായിപ്പോയതാ. ഇങ്ങനെ അങ്ങോട്ട് ചുറ്റുമായിട്ട് മണ്ണിടും. ഞാൻ തിരിഞ്ഞ് നോക്കൂല. വലിയ മഴ പെയ്താലൊരു ഉണ്ടാവും. ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പിന് കാണാം കേട്ടോ. ഞാൻ ചേമ്പ് ഇങ്ങനെ വിളവെടുക്കാനല്ലല്ലോ വന്ന്, കാപ്പി ഇവരെ അടുത്തല്ല വന്ന്. അപ്പോൾ അവന് പാത്രമല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക അച്ഛാ. എൻ്റെ ചാക്കിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് 2 മരട് വിളവെടുത്തപ്പം കിട്ടിയത് കാണിച്ചു തരുന്ന. കണ്ടില്ലേ? എനിക്ക് പൊന്തിക്കാനാവൂല, അല്ല വെയിറ്റ്. ഇത്രയും കിട്ടി. ഞാനിങ്ങനെ വിശദീകരിച്ച് കാണിച്ചു തരുന്നത് എന്താണെന്നാൽ കിട്ടിയത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വിളവെടുപ്പും കാണിക്കണമല്ലോ, നടുന്നത് മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? നിങ്ങളെ തൂക്കം എത്ര ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയണേ. നിങ്ങളെ നാട്ടിൽ എന്താ അതിൻ്റെ വിലയൊക്കെ എന്താന്നൊക്കെ പറയണം. ഇവിടെ 80 ഒന്ന് പറയുന്നത് കിട്ടുന്നു.
ഞാൻ തിരിച്ചിടട്ടെ ഔര ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ചേരുന്നതാ. കൊണ്ടുപോകാൻ ബക്കറ്റുണ്ട്, നിങ്ങൾ കാണിച്ചു തരാൻ മേശയൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. എൻ്റെ അടുത്തുള്ളത് ആരാന്നറിയോ? എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ്. ആങ്ങളുടെ ഭാര്യ ആരാന്ന് പറഞ്ഞു തരാം കേട്ടോ. എച്ച്.എം. ഗവൺമെൻറ് ഹൈസ്കൂളിലെ എച്ച്.എം. ആണ്, ഗസറ്റഡ് ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ കാപ്പി പറിക്കുന്നിടത്ത് വന്നതാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തന്നത്. അന്നത്തെ വീഡിയോയിൽ ഇല്ലായിരുന്നു, കുട്ടികളെയും കൊണ്ട് ടൂറ് പോയതാണ് ഡൽഹിയിൽ. ഇപ്പം വന്നപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് ഞങ്ങളെ കാപ്പി പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഏതാ. പക്ഷെ നല്ല കട്ട ചോപ്പായിരിക്കും. പക്ഷേ പറിക്കുമ്പോൾ മൊത്തം അങ്ങ് പറിച്ചതാ. നല്ല ചോപ്പുള്ള ചാക്കിലൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. എന്താ ഇതൊന്നും അല്ല, നമ്മൾ ചാക്കിൽ കൊണ്ടുപോയി വെച്ചു പോയി. എന്താ ഇനി ഒരു കാപ്പി പറിക്ക് വന്നതാ കേട്ടോ. അത് കാപ്പി പറിക്കൽ ഞങ്ങൾക്ക് നടക്കൂല, കുറേ. അങ്ങനെ വൈകുന്നേരമായി ഇതാ ഇത്രയും കാപ്പിയാണ് ഇന്ന് വിളവെടുത്തത്. പറിച്ച് ചാക്കിലാക്കി വണ്ടി കയറ്റണം. ഇനി ഇതാ ഈ കളറുണ്ടാവും, ഇതാ ഇതിലൂടെ തൊഴിഞ്ഞ് കേട്ടോ. ഇതാ ഈ കളറുണ്ടാവും കാപ്പി പഴുത്താൽ. ഇതന്നെ മുക്കാലും തന്നെ. കുറച്ച് പച്ചയും പറിച്ച് 1 2 3 4 5 ചാക്ക് കാപ്പിയും പറിച്ചു. ഒരുത്തിനെ ചേമ്പും ഇന്നത്തെ ഉശാലായി. ഞങ്ങളെ തോട്ടത്തിൻ്റെ 2 സൈഡിലും നോക്ക് മഞ്ഞ പൂക്കൾ, എന്തോ ഒരു ഭംഗിയാ. ഈ ഭംഗി കണ്ടിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ എന്ത് രസാത് കാണാൻ. മൊത്തത്തിൽ നല്ലൊരു മഞ്ഞ. ഇതിൻ്റെ പേരെന്താ നിന്നോട് മറന്നുപോയി. ഇതിൻ്റെ പേരെന്താ? അങ്ങോളൊക്കെ ഉണ്ട്, ഇത് അവിടെ ഒക്കെ അതാ. ആ കൊന്നയാല്ലേ, ഇതൊരു മോഡൽ കൊന്നയാണല്ലോ. എന്നാൽ നമുക്ക് പൂണ്ടായത് എന്തൊരു ഭംഗിയാ. അത് അതിൻ്റെ തയ്യാട്ടോ. ഇത് പുതുതായിട്ട് നട്ടത്, അങ്ങോളം നട്ട് പിടിപ്പിച്ചിന്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വർഷം ഇതിനും സൂപ്പറാവും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ചേമ്പ് വിളവെടുക്കുന്നതും കാപ്പിത്തോട്ടവും കാപ്പി പറിച്ച് കൂട്ടിയതും പണിക്കാരെല്ലാം ഞങ്ങളെ കാണിച്ചു തന്നില്ലേ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.